ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉവൈസ് പാണക്കാട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോ പെൻഡിങ് ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും തന്നെ പെൻഡിങ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ സിമ്പിളായിട്ടൊരു റീസൺ ഉള്ളൂ, മടി എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോമ്പിൻ്റെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തായിരുന്നു മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോ. ആൻഡ് സ്റ്റാർട്ട് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുക, പെട്ടെന്ന് ഈ മടിയിലേക്ക് തന്നെ പോയി പോകുന്നതാണ്. എഗെയിൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യണം. നാളെ നമ്മുടെ മന്ത്ലി എക്സ്പയറി വരാൻ പോവുകയാണ്. മന്ത്ലി എക്സ്പയറി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പയറി ആയിരിക്കും. ഒന്നാമത്തെ കാര്യം, നിഫ്റ്റി ബാങ്കിനും നിഫ്റ്റിക്കും മാത്രമേ എക്സ്പയറി വരുന്നുള്ളൂ ഈ മാസം. അടുത്ത മാസമാണ് അടുത്ത ആഴ്ചയാണ് നമ്മുടെ സെൻസെക്സിൻ്റെയും ബാങ്ക് എക്സിൻ്റെയും എക്സ്പയറി വരുന്നത്. കാരണം അടുത്ത ആഴ്ചയിലുള്ള ദിവസങ്ങളാണ് അവരുടെ എക്സ്പയറി വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പയറിക്കുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. അല്ലെങ്കിൽ ഒരു ട്രാപ്പിനുള്ള ചാൻസ് കൂടി അവിടെ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയാനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വീക്കായിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയേണ്ട കാര്യം, നമ്മളുടെ മാർക്കറ്റിന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗ്ലോബൽ മാർക്കറ്റുമായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻസിഡൻസുമായിട്ടോ ഒന്നും പ്രത്യേകിച്ച് യാതൊരു ബന്ധമോ കോറിലേഷനോ ഒന്നും നമ്മുടെ മാർക്കറ്റ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ താരിഫിൻ്റെ ഒരു വ്യത്യാസവും അവിടെ വന്നിട്ടില്ല. സ്റ്റിൽ അതുപോലെ തന്നെയുണ്ട്. താരിഫിൻ്റെ ന്യൂസുകളാണെന്നുണ്ടെങ്കിലും ന്യൂസുകളുടെ കാര്യം പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം പെൽഗാമിൽ ഉണ്ടായിട്ടുള്ള അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഇത്രയും ചിന്തിക്കാൻ ബോധമില്ലാത്ത ആളുകളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. നമ്മുടെ ഗവൺമെൻറ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കട്ടെ, കുറ്റക്കാർ ആരാണെന്നുണ്ടെങ്കിലും പുറത്തു കൊണ്ടുവരട്ടെ എന്നുള്ളത് മാത്രം നമുക്ക് പറയാനുള്ളൂ. അത്ര മാത്രമേ നമുക്ക് അതിനകത്ത് പറയാനുള്ളൂ. ആളുകൾക്ക് ബോധമുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ ഗിഫ്റ്റാണ്. ആൾക്ക് ബോധമുണ്ടാവുക, തിരിച്ചറിവുണ്ടാവുക, മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് തന്നെ വലിയൊരു ഗിഫ്റ്റാണ്. നമുക്ക് കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാം. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിനോട് ശക്തമായിട്ട് ആവശ്യപ്പെടാം അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ. അത് ആരാണെന്നുണ്ടെങ്കിലും, ഒരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിലും, ഈവൻ പാകിസ്ഥാൻ ആണെന്നുണ്ടെങ്കിൽ പോലും പ്രോപ്പറായിട്ടൊരു ആക്ഷൻ എടുക്കാനായിട്ട് നമ്മളുടെ ഗവൺമെൻറ്റിനോട് നമുക്ക് പ്രോപ്പറായിട്ട് ആവശ്യപ്പെടാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞു വന്ന പോയിന്റിലേക്ക് തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി അവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. പാകിസ്ഥാൻ ബോർഡറിൽ അവരുടെ ആർമിനെ ഡിപ്ലോയ് ചെയ്തു എന്നുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു ചെറിയൊരു അൺസർട്ടനിറ്റി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ബട്ട് എങ്കിൽ പോലും നമ്മുടെ മാർക്കറ്റ് ആ ഒരു ന്യൂസ് വന്നതിന് ശേഷമാണ് ഷാർപ്പായിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് റിവേഴ്സായി പോയിട്ടുള്ളത്. നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി ടോട്ടൽ വീക്ക്നെസ് തന്നെയായിരുന്നു. കാരണം മോർണിംഗിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുന്നു, ഓപ്പൺ ആയിട്ട് അതേപോലെ താഴത്തേക്ക് വരുന്നു. നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ മോളിന് നേരെ താഴത്തേക്ക് വരുന്നു, അവിടുന്ന് റിക്കവറായി പോകുന്നു. ഒരു പ്രോപ്പർ വി ഷേപ്പ് റിക്കവറി നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓൾ ടൈം ഹൈയിലാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. അതിൻ്റെ ഒരു പ്രഷർ എപ്പോഴും അവിടെ ഉണ്ടാവും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ സെക്ടോറിയലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിഫ്റ്റി ബാങ്ക് ആൻഡ് നിഫ്റ്റി ഫിൻ സർവീസ്, അതെന്തായാലും നിഫ്റ്റി ബാങ്ക് വീക്ക് ആണെന്നുണ്ടെങ്കിൽ റെഡ് ആണെന്നുണ്ടെങ്കിൽ ഫിൻ സർവീസും റെഡ് ആയിരിക്കും. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ മെറ്റൽ സ്ലൈറ്റ്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറോൾ നോക്കുമ്പോൾ ആണ് എന്ന് നമുക്ക് പറയാം. ബട്ട് ഒരിക്കലും മെറ്റലും വീക്കല്ല. ബാക്കിയുള്ള എല്ലാ സെക്ടേഴ്സും സ്ട്രോങ് ബുള്ളിഷ്നെസ് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിഫ്റ്റി നല്ല സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൻ്റെ കോമ്പോണൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം HDFC ബാങ്ക് ഒക്കെ അത്യാവശ്യം മോശമില്ലാത്ത വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട്. ആക്സിസ് ബാങ്ക് കാണിച്ചിട്ടുണ്ട്. ഈവൻ ദോ കൊട്ടക് ബാങ്ക്, മഹീന്ദ്ര ബാങ്ക് കുറച്ച് കൂടുതലായിട്ടും കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിഫ്റ്റി ബാങ്ക് വീക്ക്നെസ് ആയിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, നിഫ്റ്റി ബാങ്കിന് നിയറസ്റ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് അറിയാവുന്നത് പോലെ 50,000 എന്നുള്ള ലെവൽ അവിടെയുണ്ട്. ആൻഡ് അതിൻ്റെ മുകളിലേക്ക് 55,000, 55,500 എന്നുള്ള ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ എക്സ്പയർ തീർക്കാനാണ് സെല്ലേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് ഇന്നൊരു റേഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് അതിനുള്ളിലൊരു എക്സ്പയറി തീർക്കാനാണ് മാർക്കറ്റ് മേക്കേഴ്സ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നാളെ ഒരു സൈഡ് വേസ് ഷോപ്പിനെസ് കാണിക്കാനുള്ള ചാൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,400 ഉണ്ട്, 24,400 ഉണ്ട്. 24,400 മുകളിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ 24,500 ഉണ്ട്. ആൻഡ് ഓപ്ഷൻ ചെയിനിലേക്ക് നോക്കുമ്പം അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള കോൾ റൈറ്റിംഗ് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു റേഞ്ചിൻ്റെ, അതായത് 24,300, 400 ആ ഒരു റേഞ്ചിൽ, ഈവൻ 24,300 അടക്കം നല്ല രീതിയിലുള്ള റൈറ്റിംഗ് ഉണ്ട് എന്നുള്ള റിയാലിറ്റി. 24,300 കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റിൽ സെല്ലേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട്, കോൾ സെല്ലേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. ആൻഡ് 24,500 ഓഫ് കോഴ്സ് അവർ എന്തായാലും റൗണ്ട് നമ്പർ ആയതുകൊണ്ട് അവിടെയും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. മാർക്കറ്റിൽ സ്ലൈറ്റ്ലി ഒന്ന് ഹയർ സൈഡിലേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഷോർട്ട് കവറിങ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈവൻ ദോ നിഫ്റ്റി ബാങ്കിലാണെന്നുണ്ടെങ്കിലും
55,500 മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പ്രോപ്പറായിട്ട് ഷോർട്ട് കവറിങ്ങിനുള്ള ചാൻസും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ മാർക്കറ്റ് നാളെ എങ്ങനെ ഓപ്പൺ ആവുന്നു എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സിമ്പിളായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ജസ്റ്റ് ഒരു പോസിറ്റീവ് നോട്ടിൽ ഓപ്പൺ ആവുകയാണ്, എന്നിട്ട് ഹയർ ലെവലിൽ കുറച്ച് സമയം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അവിടുന്ന് ഒരു ഷോർട്ട് കവറിങ്ങിനുള്ള മൂവിനുള്ള പോസിബിലിറ്റി അവിടെ ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി. നമ്മുടെ മാർക്കറ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് വേറെ മാർക്കറ്റുകളുമായിട്ടൊന്നും കോറിലേഷനോ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ദിവസമായി നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ, ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഞാൻ ഇൻറ്റൻഷനലി എന്താണ് സംഭവിക്കാൻ സാധ്യത എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പോളുകൾ ഇടാറുള്ളത് കേട്ടോ. ബട്ട് അറ്റ് ദ സെയിം ടൈം കാണാൻ പറ്റുന്ന മിക്കവാറും ദിവസങ്ങളൊക്കെ ഇന്നാണെന്നുണ്ടെങ്കിലും അതെ ഇന്നലെയാണെന്നുണ്ടെങ്കിലും അതെ ലോസ് ബിക്കോസ് ഓഫ് ഓവർ ട്രേഡ് എന്നുള്ളൊരു വോട്ട് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോസ് ഇൻ കൺട്രോൾ എന്നുള്ള സെഷനിൽ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് എത്ര പെർസെൻറ്റേജ് വൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീനിൽ എൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെയാണ് കൂടുതൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം ലോസ് ബിക്കോസ് ഓഫ് ഓവർ ട്രേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാണമാവൂല എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. കാരണം എന്താണെന്നറിയോ, നിങ്ങളെ ഹാർഡ് ആൻഡ് മണിയാണ് നിങ്ങൾ കൊണ്ടുപോയി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരൊറ്റ ട്രേഡ് ചെയ്യാനാണ്, ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ട്രേഡ് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് അല്ലേ. ഞാനൊരു വലിയ മറ്റോനെ എന്നുള്ള ലെവലിലല്ല പറയുന്നത്. ഞാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആരാണെന്നുണ്ടെങ്കിലും ഇവൻ ദോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തന്നെ ഫോളോ ചെയ്തെന്ന് ഞാൻ പറയുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തരാറില്ല. എടുത്തോ പി എടുത്തോ, ഈ റേഞ്ചിൻ്റെ മുകളിൽ വാങ്ങിച്ചോ, ഈ റേഞ്ചിൻ്റെ താഴെ വാങ്ങിച്ചോ, ഈ വക അഭ്യാസങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല. ഒരു റേഞ്ച് പറഞ്ഞു തരാറുണ്ട്. ആ റേഞ്ചിൻ്റെ മുകളിലേക്ക് പ്രോപ്പറായിട്ടുള്ള ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള മൂവുകൾ ഇന്നാണെന്നുണ്ടെങ്കിലും ഇന്നലെയാണെന്നുണ്ടെങ്കിലും എല്ലാ ദിവസമാണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ലൈവ് എക്സാമ്പിൾസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഞാൻ ലെവൽസ് പറയുന്നതിന് എനിക്കറിയാം, ഞാൻ എപ്പോഴും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്കറിയാം അവിടെ എത്ര ആക്യുറസി ഉണ്ടെന്നുള്ളത്. അറൗണ്ട് ഒരു 80% ആക്യുറസി ഇൻ ലെവൽസ് പറയുന്നതിലുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ റിവേഴ്സൽ പോയിന്റ് പറയുമ്പോൾ നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ റിവേഴ്സൽ പോയിന്റിൽ വെച്ച് ട്രേഡ് വൺ ചെയ്യുന്ന ഒരുപാട് വളവന്മാരുണ്ടെന്നുള്ളത് എനിക്കറിയാം. കുറേ ആൾക്കാർ എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ചാറ്റിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലാണെന്നുണ്ടെങ്കിലും നിങ്ങളത് പറയാറുണ്ട്. റിവേഴ്സൽ ട്രേഡിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ട്രേഡ് വൺ ചെയ്യാറുണ്ട്, അവിടെ നിങ്ങൾ പ്രോഫിറ്റ് കൊടുക്കാറുണ്ട്. ഇന്നാണെന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു 10 രൂപ പോലും നിഫ്റ്റി താഴത്തേക്ക് വന്നിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്ക് താഴത്തേക്ക് വന്നിട്ടില്ല. ആ പോയിന്റിൽ നിന്നാണ് എക്സാക്ട്ലി മാർക്കറ്റ് റിവേഴ്സ് ആയി പോയിട്ടുള്ളത്. സോ ഇതിനെ എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യുന്നു? മോർണിംഗിൽ ആ ലെവൽസ് എടുക്കാൻ മേ ബി നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം മാർക്കറ്റ് മൂവ് ആയി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ലെറ്റ്സ് 9:30 അല്ലെങ്കിൽ 9:25 ഇന്നൊക്കെ കുറച്ച് നേരത്തെയാണ് തോന്നുന്നു ലെവൽസ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സമയത്ത് ലെവൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ മേ ബി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് വൺസ് മാർക്കറ്റ് ഒന്ന് മൂവ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റിനെ വായിക്കാൻ ശ്രമിച്ചൂടെ. ആൻഡ് ഇനി അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം പോയിട്ട് എന്താണ് ഇന്ന് മാർക്കറ്റിൽ നടന്നിട്ടുള്ളതെന്ന് നോക്കുമ്പോൾ ഈ ചങ്ങായി എന്നും ലെവൽസ് പറയാറുണ്ടല്ലോ, ഇവൻ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു പോയിന്റിനെ മനസ്സിലാക്കി ഈ ഒരു പോയിന്റിനെ പറഞ്ഞിട്ടുണ്ടാവുക, പ്രീവിയസ്ലി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക, ഇതൊക്കെ ഒന്ന് നോക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് കരിയർ ഭയങ്കരമായിട്ട് മാറുന്നേ. ആൻഡ് മാർക്കറ്റിൻ്റെ ഒരു ഫ്ലോയിൽ മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓവർ ട്രേഡിങ് എന്നുള്ള അസുഖവും മാറും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റിൽ മാറേണ്ട സംഗതി എന്ന് പറയുന്നത്. എപ്പോഴും പറയുന്ന സംഗതിയാണ്, ലോസ് ഉണ്ടാക്കാൻ പഠിക്കുക. മാർക്കറ്റിൽ ട്രേഡറായിട്ട് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ലോസ് ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഞാൻ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. GBP AUDയിലാണെന്നുണ്ടെങ്കിൽ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഗോൾഡിലാണെന്നുണ്ടെങ്കിൽ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ടിൻ്റെയും പ്രീമിയം ഗ്രൂപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് ഗോൾഡിൻ്റെ SL ഹിറ്റ് ആവുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് എനിക്ക് എടുക്കാൻ പറ്റുന്ന ലോസാണ്. ഞാനത് ബുക്ക് ചെയ്യുകയാണ്. ഞാൻ ആ ഒരു ട്രേഡോട് കൂടി ഗോൾഡിൽ അഭ്യാസം നിർത്തി. ഇനി US 30 കാര്യങ്ങളൊക്കെ വരുമ്പോൾ അടുത്ത സെഷനിൽ നോക്കും, അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നോക്കും. ആൻഡ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ ലോസ് ഉണ്ടാക്കുന്നത് ഈ ഒരു സൈഡ് വേസിലേക്ക് പോകുമ്പോഴാണ്. ഇന്നലെ അതെ ഇന്നും അതെ കുറേ സമയം മാർക്കറ്റ് സൈഡ് വേസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓവർ ട്രേഡ് എന്നുള്ളത് ഇൻറ്റൻഷനിൽ ഇടുന്നത്. കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ദിവസം ഞാൻ ലോസ് ഇൻ PE എന്നുള്ള ആട്ടിട്ടുള്ളത്. കാരണം എനിക്കറിയാം അന്നത്തെ ദിവസം PEയിലാണ് ലോസ് ഉണ്ടാക്കാൻ സാധ്യത എന്നുള്ളത്. ബട്ട് ഇൻഫാക്ട് ഇന്നാണെന്നുണ്ടെങ്കിലും ഇന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്നായിരുന്നു മാർക്കറ്റ് പ്രോപ്പറായിട്ട് മുകളിലേക്ക് പോകുന്നു. അതേപോലെ ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴത്തേക്ക് വരുന്നു, ബ്രേക്ക് ഡൗൺ തരുന്നു, ഷാർപ്പായിട്ട് ട്രേഡ് തരുന്നു.
ആൻഡ് അത് കഴിഞ്ഞിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്താൽ പറഞ്ഞ അതേ ഒരു പോയിന്റ് നിന്നാണ് മാർക്കറ്റിൽ എന്തായിട്ടുള്ളത്, ആ ഒരു റിവേഴ്സൽ മൂവ് ഉണ്ടായിട്ടുള്ളത്. ആ റിവേഴ്സൽ മൂവ് നിഫ്റ്റി ബാങ്കിൽ കാണിച്ചിട്ടുള്ളതാണ്. സോ പറഞ്ഞു വന്ന കാര്യം, മാർക്കറ്റിന് ടൈം കൊടുക്കുക, മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക, നിങ്ങളെ തന്നെ മനസ്സിലാക്കുക. ഓവർ ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അസുഖമാണ്. എന്ത് തന്നെ സംഭവിച്ചിട്ട് എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങളത് ലോസിലേക്ക് കൊണ്ട് അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സോ ഇനി നമുക്ക് അനാലിസിലേക്ക് പോകാം. നാളത്തേക്ക് നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ പ്ലാൻ ഉണ്ടാവേണ്ടത്, ഏതൊക്കെ ലെവൽസാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ്. നിഫ്റ്റി ബാങ്കിൻ്റെ 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകാം. നമുക്ക് 50 മിനിറ്റ് ചാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ക്വിക്കായിട്ട് ടെലഗ്രാമിൽ പോയിട്ട് വരാം. എങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ. ജസ്റ്റ് 1 സെക്കൻഡ്. ആൻഡ് ഇന്ന് നമ്മൾ പറഞ്ഞിരുന്ന ലെവൽസ് ഏതൊക്കെയായിരുന്നു ലെവൽസ് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല, ബട്ട് ഞാൻ കാണിച്ചു തരാം. എനിക്കറിയാലോ ലെവൽസ് ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ഒരു മാസം മുമ്പുള്ള ലെവൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ ലെവൽസ് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ലൈവ് മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഈ ഒരു ലെവൽസ് ആയിരുന്നു. ഓൺ ദ ലോവർ സൈഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ്. ആൻഡ് ഓൺ ദ അപ്പർ സൈഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ് നിഫ്റ്റി ബാങ്കിൽ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് നടന്നിട്ടുള്ളത്. ലോവർ സൈഡിലേക്ക് നമ്മൾ പറഞ്ഞിരുന്ന ലെവൽ എന്ന് പറഞ്ഞത് എക്സാക്ട്ലി ഈ ഒരു പോയിന്റാണ്. ഈ ഒരു പോയിന്റാണ്. ആൻഡ് അതിന് മുകളിലേക്ക് സംഭവിച്ചിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഈ ഒരു പോയിന്റ് കൂടിയാണ്. നിങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടെലഗ്രാമിൽ കിടക്കുന്നുണ്ടല്ലോ ലെവൽസ്, ഞാനത് പ്രത്യേകിച്ച് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സോ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽസ് ഇതായിരുന്നു. ഈ ഒരു ലെവലിൽ നിന്ന് നേരെ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നു. കറക്റ്റ് എക്സാക്ട്ലി ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. ഇവിടെ നിന്ന് വീണ്ടും റിവേഴ്സൽ കാണിക്കുന്നു. ഇവിടെ വെച്ച് നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആവുന്നു. ഇവിടെ എത്തുമ്പോഴേക്ക് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, SL ട്രയൽ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റിലേക്ക് വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു കറക്റ്റ് പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് പറയുന്നത്, ഇനി നിർത്തിക്കോ, ബുക്ക് ചെയ്തോ എന്നുള്ള കേസ് പറയണേ അല്ലേ. ആൻഡ് ട്രയലിംഗ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് ഓർ കീപ് സ്ട്രിക്റ്റ് SL ഓർ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. സ്റ്റാർട്ട് ബുക്കിംഗ് ഓർ കീപ് സ്ട്രിക്റ്റ് SL എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവും എന്നുള്ള വ്യൂ ഉള്ളത് കൊണ്ട് തന്നെയല്ലേ, അല്ലെങ്കിൽ ഞാനത് പറയില്ലല്ലോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എനിക്ക് റിവേഴ്സലിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ലെവൽസ് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ആക്യുറസി ഉണ്ട് റിവേഴ്സൽ ലെവൽസ് പറയുമ്പോൾ. ആ ഒരു ടൈം ഫ്രെയിം നിങ്ങൾ നോക്കിയേ. ടൈം ഞാൻ പറഞ്ഞിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:57 10:56 നോക്കിയാൽ നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ നോക്കി, 10:56 ക്യാൻഡിൽ 10:57 ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ ഉണ്ടാകുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ എന്ത് പറയുന്നത്, പരിപാടി നിർത്തിക്കോളാൻ പറയുന്നത്. അവിടുന്ന് മാർക്കറ്റ് എന്തായി, ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ. ആൻഡ് ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ട്രേഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് ഇങ്ങനെ കളിച്ചപ്പം എനിക്ക് എൻ്റെ വ്യൂ ഉണ്ടായിരുന്നത്, ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് എന്നുള്ള വ്യൂ തന്നെയാണ് ഉണ്ടായിരുന്നത്. ബട്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് മാർക്കറ്റ് കളിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സിയും സെല്ല് ചെയ്ത് വെച്ചു, പിയും സെല്ല് ചെയ്ത് വെച്ചു. ആൻഡ് ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സിനെ മാത്രം ഹോൾഡ് ചെയ്തിട്ട് പിനെ കട്ട് ചെയ്തു. ആൻഡ് ആ ഒരു മൂവ് അത് ഞാൻ ഡയറക്റ്റ്ലി പിയിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാവിഷായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ബട്ട് ആ ഒരു മൊമെൻറ്റം കുറച്ച് സ്ലോ ആയിരുന്നു. ആൻഡ് ആസ് എ ഓപ്ഷൻ ബയ്യർ എന്നുള്ള ലെവലിലേക്ക് നോക്കുമ്പം സെല്ലിങ് തീരെ രസം കിട്ടുന്നില്ല. സത്യമാണ്, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഈച്ച് ആൻഡ് എവറി ഡേ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് ആ ഒരു മജ വരുന്നില്ല എന്നുള്ളതാണ്. ബട്ട് അതിനുശേഷം ഞാനിവിടെ എന്ത് ചെയ്തു, ഈ വെഡ്ജിൻ്റെ ബ്രേക്ക് ഔട്ടിൽ, ഇതൊക്കെ അറിയുന്നവൻ അറിയും, അല്ലാത്തവന് മനസ്സിലാവില്ല. ഇവിടെ പ്രോപ്പറായിട്ടൊരു വെഡ്ജ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വെഡ്ജിൻ്റെ ബ്രേക്ക് ഔട്ടിൽ ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ട്രേഡ് എടുത്ത് ഇവിടെ വെച്ചിട്ട് ഒരു SL ഞാൻ കീപ്പ് ചെയ്തു. ഈ ഒരു ലെവലിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവലാണോ ഇവിടെ എത്തിയപ്പോൾ ഞാനത് പ്രോഫിറ്റിനെ ബുക്ക് ചെയ്ത് ഇറങ്ങിയതാണ്. 2 ട്രേഡാണെന്ന് എനിക്ക് വന്നിട്ടുള്ളത്. 2 എന്ന് പറഞ്ഞാൽ 3 ട്രേഡ്, കാരണം ഇവിടെ സിയും പി ഉണ്ടായിരുന്നു, ഇവിടെ PE മാത്രമായിരുന്നു. സോ അങ്ങനെ 3 ട്രേഡാണ് എനിക്കിന്ന് വന്നിട്ടുള്ളത്. സോ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഡേ എൻഡ് ആയി എന്നുള്ളതാണ്. എന്തുകൊണ്ട് നിഫ്റ്റി ബാങ്കിലേക്ക് ഞാൻ പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ നിഫ്റ്റി ബാങ്കിൽ തന്നെ ഉണ്ടായിരുന്നത്, ഓപ്ഷൻ ഡയറക്ഷനിൽ ബയ്യ ഉണ്ടായിരുന്നത്. ബട്ട് ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിഫ്റ്റി ബാങ്കിലേക്ക് ഇന്നത്തെ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എന്തുകൊണ്ട് നിഫ്റ്റിനെ ഇൻസ്റ്റെഡ് ഓഫ് നിഫ്റ്റിനെ ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിഫ്റ്റിയിൽ ഓൾറെഡി നിഫ്റ്റി ബാങ്കിൽ ഓൾറെഡി ഇത്രയും വലിയൊരു മൂവ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ പ്രതീക്ഷിച്ചത് ഇവിടെ മാർക്കറ്റ് ഒന്ന് 55,500 അടുത്ത് മാർക്കറ്റ് ഒന്ന് സസ്റ്റെയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് എഗെയിൻ ഒരു സൈഡ് വേസ് ചാൻസ് കാണിക്കും എന്നുള്ളതാണ് എൻ്റെ വ്യൂ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിഫ്റ്റി ബാങ്കിന് ഒഴിവാക്കിയിട്ട് ഇന്നത്തെ ദിവസം നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിച്ചത്. ആൻഡ് മോശമില്ലാത്ത ദിവസമായിരുന്നു. നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഇപ്പം ഇങ്ങനെ ഒന്ന് കൈ തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ്. മുമ്പ് നമുക്കത് വലിയ പരിചയമില്ലാത്ത പരിപാടിയല്ലേ. സോ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് സംഗതികൾ. ആൻഡ് പറയുമ്പം ഞാൻ പറയാറുണ്ട്, ലോസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ലോസ് ഉണ്ടാക്കി എന്ന് പറയാറുണ്ട്. ബട്ട് ബാക്കിയുള്ളവരത് പറയാറില്ല, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. സോ അതാണ് പറഞ്ഞ കേസ്.
സോ ഇനി നാളത്തെ ലെവൽസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ്ലി നമ്മൾ കുറച്ച് മുമ്പ് നിർത്തിയ പരിപാടി ആയതുകൊണ്ട് നമ്മുടെ ലെവൽസും കാര്യങ്ങളൊക്കെ ലൈൻസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം അതൊന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിക്കോളും വരും ദിവസങ്ങളിൽ. സോ ഇവിടെ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ വന്നിട്ടേ ഈ ഒരു 190 എന്നുള്ള പോയിന്റിൽ വന്നിട്ട് ആദ്യം ഒന്ന് സപ്പോർട്ട് എടുക്കുന്നു, എഗെയിൻ ഒന്ന് താഴത്തേക്ക് വരാൻ നോക്കി സപ്പോർട്ട് എടുക്കുന്നു. നിഫ്റ്റി സമ്മതിക്കാത്തത് കൊണ്ട് മാത്രം എന്താവുന്നുണ്ട്, ഇവിടെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ നാളത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് 175 എന്നുള്ള ലെവലാണ് നമുക്ക് വാച്ച് ചെയ്യാൻ പോകേണ്ടത്. 175 എന്നുള്ള ലെവൽ നമ്മൾ വാച്ച് ചെയ്യാം. ഓൺ ദ അപ്പർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 500 എന്നുള്ള ലെവലിനെ കൂടി നമുക്ക് വാച്ച് ചെയ്യാം. സോ ഈ ഒരു രണ്ട് ലെവലിനെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. ഈ ഒരു ലെവലിൻ്റെ താഴെ മുകളിലായിട്ടൊരു മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുക ആൻഡ് ഏത് ഡയറക്ഷനിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലും അവിടെ നിന്ന് ചെറിയൊരു മൂവ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ ദോ ഓപ്പണിംഗ് ആ ഒരു സമയത്ത് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഒരു ഇനീഷ്യൽ മൂവ് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രോപ്പറായിട്ട് സൈഡ് വേസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതല്ല ഒരു മോർണിംഗിലൊക്കെ മൊത്തം ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഓവർ അഭ്യാസം നിൽക്കാണ്ടിരിക്കുക. കാരണം ഒരു 2:30 ഒക്കെ ആകുമ്പോഴാണ് നമ്മുടെ എന്ത് സംഭവിക്കാൻ തുടങ്ങുക, മന്ത്ലി എക്സ്പയറിയുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ സംഭവിക്കാൻ തുടങ്ങുക. ആ ഒരു സമയത്ത് മാർക്കറ്റിൽ ഒരു മൂവ് കാണാനുള്ള ചാൻസ് ഉണ്ട്. മന്ത്ലി എക്സ്പയറിക്ക് അങ്ങനെ ഒരു സംഗതി കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 500 മുകളിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്കൊരു 640-650 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം. 650ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 820 എന്നുള്ള ലെവലിനെയും 820ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റ് 56,000 എന്നുള്ള ലെവലിനെയും അതിൻ്റെ മുകളിലുള്ള സ്റ്റോപ്പ് ലോസുകളെയും ഹണ്ട് ചെയ്യാനായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെയൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം. ഓൺ ദ ലോവർ സൈഡ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 175 താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 950 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. 950ക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തായാലും ഈ ഒരു ഗ്യാപ്പിനെയൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു ലെവലിലേക്ക് വാച്ച് ചെയ്യുക. ഡയറക്റ്റ് ഫോളോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. മാർക്കറ്റ് ഇവൻച്വലി മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ഈ ഒരു ലെവലിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ലെവലിലൊക്കെ മാർക്കറ്റ് മേ ബി ഒരു റിയാക്ഷൻ എടുത്തേക്കാം. അതിനുശേഷമായിരിക്കാം ഈ ഒരു ലെവലിലേക്ക് വരുന്നത്. സോ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു ട്രേഡ് പ്രോപ്പറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ട് SL കോസ്റ്റിലേക്ക് വെക്കുക. അതിനുശേഷം ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞിട്ട് പോവുക. ഒരു ട്രേഡ് എടുക്കുക. ഒരു ട്രേഡിൽ SL കിട്ടിക്കഴിഞ്ഞാൽ അവസാനിപ്പിച്ചു. എന്ത് രസമുള്ള ട്രേഡിംഗ് ആയിരിക്കും. നിങ്ങളും ചെയ്ത് ശീലമാക്കി നോക്കിയേ. നല്ല രസമുള്ള പരിപാടിയാണത്. 1-2 ട്രേഡൊക്കെ മാക്സിമം പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ നിഫ്റ്റിയിൽ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ലെവൽസാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് നിഫ്റ്റിയിൽ നാളെ? ഇവിടെ ഞാൻ 15 മിനിറ്റിലേക്ക് 15 മിനിറ്റ് തന്നെ ഞാൻ ഇവിടെ ഉള്ളത്. സോ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ഈ ഒരു ഹയർ പോയിന്റാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. നിഫ്റ്റിയുടെ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹൈയും ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലോയാണ്. ഈ ഒരു ലോയിനെ ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നത്തിങ് ഇവിടെ നിന്ന് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് നേരെ എന്തായിട്ടുണ്ട്, ഏകദേശം ഈ ഒരു പോയിന്റിൽ വന്നു, ചെറിയൊരു സെൽ ഓഫ് വന്നു. ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട്, ചെറിയൊരു സപ്പോർട്ട് എടുക്കുന്നതായിട്ട് മാർക്കറ്റ് കാണാൻ പറ്റി. എഗെയിൻ താഴത്തേക്ക് വന്നിട്ടുണ്ട്. പ്ലസ് ആ ഒരു പോയിന്റിൽ തന്നെ നമ്മുടെ രാവിലെ നമ്മൾ എടുത്തിട്ടുള്ള ലെവൽസിൻ്റെ കോൺഫ്ലുവൻസ് ഉണ്ടെന്നുള്ളതാണ്. സോ അവിടുന്ന് മാർക്കറ്റ് എന്തായിട്ടുണ്ട്, പ്രോപ്പറായിട്ട് ചെറിയൊരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നത്തിങ് ഈ ഒരു ലെവൽസ് തന്നെയാണ്. 24,275 ആണ്. ആൻഡ് അതുപോലെ തന്നെ 24,360 എന്നുള്ള പോയിന്റ് കൂടിയാണ്. സോ ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിനെ താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൂവുകൾ നമുക്ക് കാണാൻ പറ്റും. മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല മോശമില്ലാത്ത മൂവ് തന്നെ കാണാൻ പറ്റും. കാരണം 300-ലുള്ള സെല്ലേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സിറ്റ് ആയിട്ടില്ല, സ്റ്റിൽ ഓപ്ഷൻ ചെയിനിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള നല്ലൊരു മൂവ് നമുക്ക് കാണാൻ പറ്റും. ഷോർട്ട് കവറിംഗ് മൂവ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് താഴത്തേക്ക് കാണുന്നുണ്ടെങ്കിലും ഈവൻ ദോ ആസ് കമ്പയർ ടു ഇവിടെ കുറച്ച് ക്വസ്റ്റൻസ് കുറവാണെന്നുണ്ടെങ്കിൽ പോലും താഴത്തേക്കുള്ള മൂവ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ലെവൽസിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണെന്നുള്ളതാണ്. ആൻഡ് അനാലിസിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർബന്ധമായിട്ട് നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ചാനലൊന്ന് എത്തിച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം.